ഇപ്പൊ ഇതിലൊന്ന് പറയുമ്പോൾ കഥേനേക്കാളും ഈ മേക്കിംഗ് ആക്ടേഴ്സിനെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഒരാളാണ്. അതായത് ലാലേട്ടന്റെ ഏറ്റവും നല്ല ലുക്കുകൾ ഉള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ സാറിന്റെ സിനിമകളുണ്ട്. നാടനാണെങ്കിലും വെസ്റ്റേൺ ആണെങ്കിലും എന്താ ആക്ടേഴ്സിനെ അത്രയും സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ശരിക്കും എങ്ങനെയാ വരുന്നത്? തെറ്റാണോ? അല്ല, ഇതിലും കിട്ടില്ല. അങ്ങനെയില്ല. ഇപ്പൊ നിവിൻ ഇതിനകത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രം അയാൾ ബാംഗ്ലൂർ പോലൊരു സ്ഥലത്ത് ഒരു സ്റ്റാർട്ടപ്പ് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, ഒരു അറ്റയർ ഉണ്ട്. അതിനെനിക്കൊരു സങ്കല്പമുണ്ട് അതിനെക്കുറിച്ച്. അശോകൻ്റെ കഥാപാത്രത്തെക്കുറിച്ചും എനിക്കൊരു സങ്കല്പം. അപ്പം അത് ഞാൻ എൻ്റെ ടീമുമായിട്ട് ഷെയർ ചെയ്യും. എൻ്റെ കോസ്റ്റ്യൂം നോക്കുന്ന ആളുമായിട്ടും DOP ആയിട്ടും ആർട്ട് ഡയറക്ടറുമായിട്ടും ഷെയർ ചെയ്യും. എന്നിട്ട് അതിന് മൊത്തം ഒരു കളർ പാലറ്റ് ഉണ്ടാക്കി അവരുടെ ലുക്കൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു വൃത്തി വന്നു പോകും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയുള്ളൂ. അതല്ലാതെ അതിനെക്കുറിച്ച് ഇത്രയധികം നമ്മൾ അങ്ങനെ വേണം എന്നുള്ള. ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്യുമ്പോൾ മോഹൻലാൽ സാറിനെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹത്തിൻ്റെ ഇൻട്രഡക്ഷനിൽ ഒരു വൈറ്റ് ലിനൻ ഡ്രസ്സാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. പോകെ അദ്ദേഹം ആ കഥാപാത്രം ഭയങ്കര ലേറ്റ് ബാക്ക് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്, അലസനായിട്ടുള്ള കഥാപാത്രം. പോകെ ഹാർഷ് കളേഴ്സിലേക്ക് അത് കയറി എന്നിട്ട് ഏറ്റവും അവസാനം ഒരു ബ്ലാക്ക് ഡ്രസ്സിലാണ്. ഈ സിനിമയിൽ അതിനൊരു റിവേഴ്സ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പൊ സംസാരിക്കുന്ന പോലെ രണ്ടാം പിണറായി സർക്കാരിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നാ പറയുന്നത്. അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞപ്പോ രണ്ടാം പിണറായി സർക്കാർ നിൽക്കുമ്പോഴാണ് നമ്മൾ എഴുത്തു തുടങ്ങി. രണ്ടാം പിണറായി സർക്കാർ നിൽക്കുമ്പോഴാണ് പടം നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബയാസ് ഉണ്ടാവുമ്പോൾ സ്വയം അങ്ങനെ സഹയാർത്ഥികനായിട്ട് നിൽക്കുക, ഒരു പൊളിറ്റിക്കൽ പ്രതലമുള്ള സിനിമ എഴുതുകയും ചെയ്യുക. അപ്പൊ എങ്ങനെയാ അതിനെ സ്വന്തം രാഷ്ട്രീയ ദർശനങ്ങളൊന്നും വരാതെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ രാഷ്ട്രീയ ദർശനം വരാതെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ ഇല്യൂഷനാണ്. അറിഞ്ഞോ അറിയാതെ രാഷ്ട്രീയ ദർശനമൊക്കെ നമ്മളെ ഇതിനകത്തൊക്കെ കടന്നു പോകും. രാഷ്ട്രീയം ഇല്ലെന്ന് പറയുന്നവരെടുക്കുന്ന സിനിമയിലും ഒരു രാഷ്ട്രീയമുണ്ട്. പിണറായി പ്രിയ ഉണ്ടാവും. പിന്നെ അതിനകത്തുള്ള പ്രശ്നം ഈ പിണറായി പ്രിയം പ്രതിച്ഛായ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നതിന് പിണറായി വിജയനുമായിട്ട് എന്തിനാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ഇടതുപക്ഷ സർക്കാരുമായിട്ട് എന്തിനാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ഞാൻ വളരെ എൻ്റെ വിദ്യാർത്ഥി കാലം മുതലേ മാർക്സിസവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിച്ചും ചിന്തിച്ചും അങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണ്. എൻ്റെ അക്കാഡമിക് ആയിട്ടുള്ള എൻ്റെ ജേണിയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിന് നിങ്ങളൊരു മുഖ്യധാര പാർട്ടിയായിട്ടോ ഒരു ബിംബവുമായിട്ടോ ഒന്നും അസോസിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ അശോകൻ പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ, പ്രത്യേകിച്ച് ഒരു സംഘടനാ പ്രവർത്തന നിലയിൽ എനിക്ക് നല്ല ബന്ധമുണ്ട്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ടായാലും VD സതീശനായിട്ടായാലും രമേശ് ചെന്നിത്തലയായിട്ടായാലും ഗോവിന്ദ മാസ്റ്ററായാലും BJPയിലെ ഇപ്പോൾ നമ്മളുടെ പടം തുടങ്ങുന്ന ദിവസം കൃഷ്ണദാസ് അവിടെ വന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ നിങ്ങളുടെ ആ ചോദ്യത്തിനകത്ത് വലിയ പ്രസക്തി ഇല്ലല്ലോ. അപ്പോൾ ഇതിന് സിനിമയായിട്ട് കണ്ടാൽ മതി. സിനിമയായിട്ട് കാണുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എഴുത്, നല്ല കാര്യമല്ലേ അത്? അപ്പോൾ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. പറയാൻ അങ്ങനത്തെ കേൾക്കുന്ന സമയത്ത് ഒരു പ്രേക്ഷകൻ ഉണ്ടാകുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതായത് നമ്മൾ ഈ ക്രൈസിസിലൂടെ ഫേസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കാണുന്ന എപ്പോഴെങ്കിലും പ്രതികരിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു സിനിമ ഒരു നടൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥാപാത്രം പറയുമ്പോൾ ഒരു പ്രേക്ഷകന് കിട്ടുന്ന ഒരു ഫീലുണ്ട്. പ്രതിച്ഛായയിൽ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ കേരളത്തിലെ പൊളിറ്റിക്കൽ സിനാരിയോ പ്രസന്റബിൾ ചെയ്യുന്നത് ട്രൂ ഇൻസിഡൻസ് ബേസ് ചെയ്ത ഒരു കഥ തന്നെയായിരിക്കും പ്രതിച്ഛായ. എനിക്കറിയില്ല, നിങ്ങൾ കണ്ടു അത്ര മൊമെന്റ് ഉണ്ടോ, അങ്ങനത്തെ കഥയാണോ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് പറയും. ഞാൻ പറയുന്നത് ശരിയല്ല, മുൻവിധിയോട് കൂടി തന്നെ സമീപിക്കണ്ട. ഞാനത് പറഞ്ഞിരുന്നു. എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്, അവർക്കൊരു കുടുംബം ഉണ്ട്. അപ്പൊ അവര് പബ്ലിക് റെലമിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് അവരുടെ ഫാമിലിയും കൂടി ഫേസ് ചെയ്യണം. നമ്മൾ അങ്ങനെ ഒരു പിന്നെ എന്തെങ്കിലും ഒരു ആരോപണ വിധേയനായിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ പങ്കാളിയെ നമ്മൾ കാണണം, നമ്മുടെ മക്കളെ കാണണം, കൊച്ചുമക്കളെ കാണണം, സുഹൃത്തുക്കളെ കാണണം. അതിന് വേറൊരു മൊമെന്റും വേറൊരു കോൺഫ്ലിക്റ്റും ഇല്ലേ? അത് നമ്മളാരും അറിയുന്നില്ലല്ലോ. അത്തരം ഒരു സ്പേസിലേക്കാണ് ഈ സിനിമ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വീടിന്റെ അകത്തളത്തിലേക്കാണ് ഈ സിനിമ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കുകയാണ്.